ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 5th മൊഡ്യൂളാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്താണ് ടീം എൻഗേജ്മെൻറ്റ്? അതായത് ഒരു ടീം എന്ന് പറയുമ്പോൾ കുറേ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതേ കാര്യം. അപ്പോൾ ആ ഒരു ടീമിലുള്ള അംഗങ്ങൾ അവരുടെ ജോലിയിലും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ടീം അംഗങ്ങളോടും അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലും എത്രത്തോളം എൻഗേജ്ഡ് ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയുന്നത് അദ്ദേഹം ഹാർഡ് വർക്കോട് കൂടിയിട്ട് ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇതാണ് ടീം എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ടീം എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഐഡിയ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷന് ലക്ഷ്യം പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇവരെന്താണ്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ടീമിലൊരു എൻഗേജ്മെൻ്റ് ഉള്ള വ്യക്തികളുമാണ്. ഇതിനാണ് ടീം എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അലൈൻമെൻറ്റ് വിത്ത് ഗോൾസ്, അതായത് ഒരു ടീമിന് അവർ ചെയ്യേണ്ട അവർ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള അറിവുണ്ടായിരിക്കണം. ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഗോൾ പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ് ഇത്രത്തോളം വർദ്ധിപ്പിക്കണം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോൾ എന്താണ്, സെയിൽസ് വർദ്ധിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ടീമുകൾ ഒരുമിച്ച് കൂടിയിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ മേക്ക് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതായത് ഓരോ ടീമിലുള്ള ഓരോ അംഗങ്ങളും ഇപ്പോൾ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കെടുക്കുക, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ പങ്കുവെക്കുക. ദെൻ ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്, അതായത് ആ ടീമിലുള്ള അംഗങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ടാകും, അതായത് ഞങ്ങളുടെ ടീം ജയിക്കണം, തോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. ദെൻ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്, അതായത് ടീം എൻഗേജ്മെൻറ്റ് പറയുമ്പോൾ ടീമിൻ്റെ ഉള്ളിലുള്ള അംഗങ്ങൾ തമ്മിൽ ഒരു പരസ്പര റെസ്പെക്റ്റ്, ബഹുമാനം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാക്കുന്നു. ഇതുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, ഒരു ടീം എൻഗേജ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ദെൻ നെക്സ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതായത് ടീമിലുള്ള അംഗങ്ങൾക്ക് അവിടെ ജോബ് സാറ്റിസ്ഫൈ ആണ്, അവർക്ക് ആ ഒരു ജോബിൽ താല്പര്യമുണ്ട്, അത് ഇഷ്ടപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് കൊളാബറേഷൻ, അതായത് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ആ ടീം മെമ്പേഴ്സുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് എന്തുകൊണ്ടാണ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ടീം എൻഗേജ്മെൻറ്റ് പ്രാധാന്യതകൾ എന്തൊക്കെ? ഫസ്റ്റ്, ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി, അതായത് നല്ലൊരു ജോലി ചെയ്യുന്ന ടീമുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗോൾസിനെ അച്ചീവ് ചെയ്യണം എന്ന് വാശിയുള്ള ടീമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ദെൻ എൻഹാൻസ് റിറ്റൻഷൻ, അതായത് ജോലിയോട് എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, റിസൈൻ ചെയ്ത് പോവാൻ സാധ്യത കുറയുന്നു. ദെൻ ഇംപ്രൂവ് കൊളാബറേഷൻ, അതായത് ഒരു ടീമിൽ നമ്മൾ എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള കൊളാബറേഷൻ വർദ്ധിക്കുന്നു, അതായത് തർക്കങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒത്തൊരുമയോടെ റെസ്പെക്റ്റും ട്രസ്റ്റും കൊടുത്തുകൊണ്ട് ഒരു കൊളാബറേഷൻ ചെയ്തു പോകുന്നു. ദെൻ ഡ്രൈവ്സ് ഇന്നോവേഷൻ, അതായത് ഒരു ടീമിൽ പല പല എംപ്ലോയീസുകൾ ഇൻവോൾവ് ആകുമ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും പല പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നു. ദെൻ ബിൽഡ് റെസീലിയൻസ്, അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ടീം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 12 വ്യക്തികൾ അടങ്ങുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരികയാണ്, അതായത് പുതിയൊരു ടെക്നോളജി കൊണ്ടുവരികയാണ്. അപ്പോൾ ടീം ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നു. കാരണം ടീം എന്ന് പറയുമ്പോൾ 12 ആളുകൾ ഇൻക്ലൂഡ് ആയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ സിസ്റ്റം മാറിക്കോട്ടെ, ഞങ്ങൾ പഠിച്ചെടുത്തോളം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ടീം വർക്കില്ല, പവറില്ല, പഠിപ്പിച്ചു കൊടുക്കാനൊന്നും അധികം വ്യക്തികളില്ല, അയാൾ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു സിസ്റ്റം പഠിക്കണം. അപ്പോൾ എന്തുകൊണ്ട് മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടീമിലുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടീം എൻഗേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്
അതായത് ഒരു ടീമിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെ ആയിരിക്കും? അതായത് ടീമിലുള്ള മെമ്പേഴ്സിന് ഒരു കൊളാബറേഷൻ, ഒരു ഒത്തൊരുമ ഇല്ലാത്തതും, അതുപോലെ തന്നെ അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളും ജോലിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാതെ ലീവ് എടുത്ത് നടക്കുക, അതുപോലെ തന്നെ ഒരു തീരെ ഒട്ടും പാർട്ടിസിപ്പേഷൻ ഇല്ല, ഫുൾ ഒരു തണുത്തറിയിട്ട് എതിർ ഭാഗത്ത് ജോലിയിലൊന്നും ശ്രദ്ധിക്കാതെ പോയിരിക്കുക, ഫുൾ കോൺഫ്ലിക്ട്സ് മേക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എൻഗേജ്ഡ് അല്ലാത്ത ഒരു ടീമിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ. നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് ഓഫ് ഫോസ്റ്റർ ടീം എൻഗേജ്മെൻറ്റ്. അതായത് ടീം എൻഗേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ്, ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ട്രസ്റ്റ് മേക്ക് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ഒരു അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, മാനേജറുടെ ആ ഒരു എംപ്ലോയീസ് മാനേജറിനോട് സംസാരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ മാനേജർ കേൾക്കാനൊക്കെ തയ്യാറാവുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ടീം എൻഗേജിലേക്ക് അവർ എല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ആ ടീമിൽ എൻഗേജ് ചെയ്ത് നിൽക്കാൻ പറ്റും. നെക്സ്റ്റ്, സെറ്റ് ക്ലിയർ ഗോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ഇവർക്കൊരു ജോലി കൊടുക്കുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, അതായത് ഈ ഒരു ഗോള് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗോൾസ് എന്തിനാണ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇവർക്ക് വിശ്വാസ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ട് ടീം എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് എഫേർട്സ്. അതായത് ഒരു ടീം ഉണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകളാൽ കൊണ്ടോ അപ്രീഷിയേറ്റ് ചെയ്യാം. അങ്ങനെ അവർക്ക് വീണ്ടും ഇങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ദെൻ, എൻകറേജ് പ്രൊഫഷണൽ ഗ്രോത്ത്. അതായത് ഓരോ ടീമും എൻഗേജ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രൊഫഷണലി ഗ്രോത്ത് ഉണ്ടാവണം. അതായത് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ ട്രെയിനിങ് ക്ലാസ്സുകൾ, എഡ്യൂക്കേഷൻസ് കൊടുക്കാം കമ്പനീസ്. ദെൻ, ഫോസ്റ്റർ കൊളാബറേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്. അതായത് അവരിൽ കൊളാബറേഷൻ, ഒരു ഒത്തൊരുമ കൂട്ടിയുണ്ടാക്കണം. അതുപോലെ തന്നെ ടീം സ്പിരിറ്റും ഇതൊക്കെ അവരിൽ ബിൽഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ടീം എൻഗേജ്ഡ് ആവുള്ളൂ. ദെൻ, എംപവർ ടീം മെമ്പേഴ്സ്. അതായത് ഓരോ ടീമിലുള്ള മെമ്പേഴ്സിനും അവർക്ക് അധികാരം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം അവർക്ക് അവരുടെ ജോലിയിൽ പല ഡിസിഷൻസും മേക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആ ഒരു പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടീം എൻഗേജ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്നു. ദെൻ, പ്രൊവൈഡ് മീനിങ് ഫുൾ വർക്ക്. അതായത് ഓരോ വ്യക്തികൾക്കും പല പല കഴിവുകളായിരിക്കും. അപ്പോൾ അവരെ കഴിവുകൾ അനുസരിച്ചിട്ടുള്ള വർക്കുകൾ അവർക്ക് കൊടുക്കണം. ദെൻ, ക്രിയേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ ഓരോ വ്യക്തിക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ്, പീസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് പ്ലേസ് ആയിരിക്കും വേണ്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ, ഫീഡ്ബാക്ക് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്. അതായത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനെ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. ദെൻ, ലീഡ് ബൈ എക്സാമ്പിൾ. അതായത് ഒരു ടീം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എക്സാമ്പിൾ രൂപേണ കാണിക്കുക. അതായത് ഇപ്പം ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജർ ടൈമിങ്ങിന് ഒരു ഓർഗനൈസേഷനിൽ എത്തുകയും ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ആ വർക്ക് കംപ്ലീറ്റ് ആവുകയും ഒക്കെ ഈ ഒരു എംപ്ലോയീസ് കാണുന്നുണ്ടെങ്കിൽ അവരെ റോൾ മോഡലാക്കിയിട്ടായിരിക്കും ഇവർ പഠിക്കുക. അപ്പോൾ അവർക്കൊരു എക്സാമ്പിൾ ആയിരിക്കണം അവിടെയുള്ള ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഉന്നത അധികാരികൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടീം എൻഗേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയം അത് ശരിയായ രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഇന്ന ടൈമിൽ ക്രമീകരിച്ചിട്ട് ആ ഒരു ടൈമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പല കാര്യങ്ങൾ ഡിസിഷൻ ചെയ്തിട്ട് ഇന്ന ടൈം ഇന്ന ഈ കാര്യത്തിന് എന്നുള്ളത് നമ്മൾ മാനേജ്, ആ ഒരു ടൈമിനെ നല്ല രീതിയിലോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആ കുട്ടി രാവിലെ പഠന സമയം, ഉച്ചക്ക് വിശ്രമം, വൈകുന്നേരം ഹോംവർക്ക്, ഇന്ന് രാവിലെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനുള്ള സമയം. ഇങ്ങനെ ആ ഒരു ദിവസത്തെ ആ ഒരു ടൈം ആ ഒരു കുട്ടി ഇന്ന കാര്യങ്ങൾക്കായി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. അതിനെയാണ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ടൈമിനെ നല്ല ഓരോരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലോട്ട് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക.
ദെൻ കീ ആസ്പെക്ട്സ്, അതായത് ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഗോൾ സെറ്റിങ്. അതായത് നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന് ഗോൾ വേണം. ഇപ്പം നമുക്ക് ഇന്നക്കൊക്കെ അല്ലെങ്കിൽ നാളെക്കൊക്കെ അച്ചീവ് ചെയ്യാനുള്ളൊരു ഗോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ദെൻ പ്രയോറിറ്റൈസേഷൻ. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണോ അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാം. അവസാനം എന്ത് ചെയ്യുക, നമുക്ക് പ്രിയോറിറ്റി കുറഞ്ഞത് ചെയ്യാം. ദെൻ പ്ലാനിങ്, അതായത് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു, അതിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതാണെന്നും അവസാനം ചെയ്യേണ്ടത് ഏതാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി പ്ലാനിങ്, അതായത് ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഈ ഒരു ജോലി ഈ സമയത്തിനുള്ളിൽ തീർക്കണം, ഇത് ഇന്ന സമയത്തിനുള്ളിൽ, അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ജോലിക്കും ഓരോ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ദെൻ എക്സിക്യൂഷൻ, നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ നടപ്പിലാക്കും വേണം. നമ്മൾ വെറുതെ വേറെ ടോപ്പിക്കിൻ്റെ അവിടെ ഇരുന്ന് ആ പ്ലാൻ ചെയ്ത ടൈമിൽ ചിലവഴിക്കാൻ പാടില്ല. പ്ലാനിങ്ങിൻ്റെ ടൈമിൽ ഏതാണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാം. ദെൻ റിവ്യൂ. അങ്ങനെ ആ ഒരു ഗോള് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. അതായത് എവിടെയാണ് കൂടുതൽ സമയം പോയത്, എങ്ങനെയാണ് പോയത്, ഇപ്പോൾ ചെയ്തതൊക്കെ ശരിയാണോ, ഈ ടൈമിൻ്റെ ഉള്ളിൽ ഈ വർക്കിനെ ചെയ്ത് തീർത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് കീ ആസ്പെക്ട്സ് ഓഫ് ടൈം മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഐസൻഹോവർ മെട്രിക്സ് അല്ലെങ്കിൽ അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ്. ഇത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട ജോലി ഏതാണെന്നും അതുപോലെ തന്നെ അവസാനം ചെയ്യേണ്ട ജോലി ഏതാണെന്നും മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതാണെന്നും അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ജോലികൾ ഏതാണെന്നും മനസ്സിലാക്കുന്ന ഒരു മെട്രിക്സ് മോഡലാണ്. അപ്പോൾ ഇതിന് 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാളെ എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം. ഇല്ലെങ്കിൽ എന്താ, നാളെ നമ്മളെ എക്സാമിന് ഇമ്പാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ടില്ല. അതായത് ഈ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഈ ജോലി നിർബന്ധമാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കൽ നിർബന്ധമാണ്, വളരെ അർജൻറ്റാണ്. ഇത് ചെയ്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ടാമത്തത് നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് അത്ര വലിയ അർജൻ്റ് ഒന്നുമില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, നമുക്കിനി ഫ്യൂച്ചറിൽ എക്സാം വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഫ്യൂച്ചർ കരിയർ പ്ലാൻസുകളൊക്കെ മേക്ക് ചെയ്യാം. ദെൻ മൂന്നാമത് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണ്, ജോലി നമുക്ക് അർജൻ്റാണ്, പക്ഷേ ഈ ഒരു ജോലി നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, മറ്റുള്ള വ്യക്തികൾക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലല്ലാത്ത ഏതെങ്കിലും ഒരു ഇമെയിൽ ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കല്ലാത്തൊരു ഫോൺ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരോട് അറ്റൻഡ് ചെയ്യാൻ പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ജോലി നമുക്ക് ഒരു അർജൻറ്റും ഇല്ല, ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല, വെറുതെ ഒരു ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ്. നെക്സ്റ്റ് പോമോഡോറോ ടെക്നിക്ക്. ഇതെന്താണ്, നമ്മുടെ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയോട് മടുപ്പ് ഉണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ജോലി നമുക്ക് ഫോക്കസ് ചെയ്ത് തീർക്കാനും കഴിയുന്നു. അപ്പോൾ അത് 4 സ്റ്റേജുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെ സ്റ്റേജ്, നമുക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ക്ലോക്കിലോ 25 മിനിറ്റ് എന്ത് ചെയ്യുക, അലാറം സെറ്റ് ചെയ്യാം. ആഫ്റ്റർ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു അലാറം സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു 25 മിനിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ പഠനത്തിന് ഫോക്കസ് ചെയ്തിരിക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടൈമർ 25 മിനിറ്റിൻ്റെ ടൈമർ അടിച്ചു കഴിയും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കാനോ അങ്ങനെ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതായത് ഫസ്റ്റ് 25 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും 25 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. എന്നിട്ട് 4 പ്രാവശ്യത്തിന് ശേഷം നമ്മളൊരു വലിയ ബ്രേക്ക് എടുക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ബ്രേക്ക് എടുക്കുക. 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം കേട്ടോ ബ്രേക്ക് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയോട് മടുപ്പും ഉണ്ടാവില്ല, നമ്മുടെ ജോലി നമുക്ക് ചെയ്ത് തീർക്കാനും കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈം മാനേജ്മെൻറ്റ് കൂടുതൽ മടുപ്പില്ലാതെയും ഫോക്കസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്.
നെക്സ്റ്റ് വൺ ടൈം ബ്ലോക്കിങ്. അതായത് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. അതായത് നമുക്കൊരു ഡെയിലി 24 ഹവർ ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഓരോ ഹവറും, അതായത് ഒരു ഡേയിലുള്ള സമയം ഓരോ ഹവറും മീറ്റ് വൈസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് ഡിവൈഡ് ചെയ്ത് വെക്കുക. അതായത് ഇന്ന ടൈം ഇന്ന ജോലിക്ക് അങ്ങനെ പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ജോബ് നമുക്ക് ടൈം നല്ല രീതിയിലോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എക്സാം വരികയാണ്, ആവാനായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡേ രാവിലെ 9 മണി മുതൽ 10 മണി വരെ മാത്സ്, 10 മണി ടു 12 മണി വരെ എക്കണോമിക്സ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം കൂടുതൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ടൈം മാനേജ്മെൻറ്റിൽ നെക്സ്റ്റ് ഒരു വഴിയാണ് 80/20 റൂൾ അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ. അതായത് നമ്മളൊരു കാര്യം ജയിച്ചാൽ അതിൻ്റെ 80% വിജയം എന്ന് പറയുന്നത് 20% നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു 80% വിജയം കിട്ടുന്നത് എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എക്സാമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾസാണ്. അപ്പോൾ ഈ 5 മൊഡ്യൂൾസും പഠിക്കുന്നതിന് പകരം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പോർഷൻസ് ഒക്കെ ഫുൾ പഠിക്കുക. അപ്പോൾ പ്രീവിയസ് പേപ്പറിൽ ജസ്റ്റ് 20% ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 20% നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വിജയം 80% ആകുന്നു. അതാണ് ആ ഒരു രീതിയാണ് 80/20 റൂള് അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കണ്ട് ഏത് ജോലി ഫസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പീച്ച്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പൊതുജനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ വെർബലി ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ ഒരു സ്പീച്ച് നല്ല രീതിയിലോട്ട് എൻജോയ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്പീച്ച് പറയുന്ന സമയത്ത് ഈ ടോണുകളും അതുപോലെ തന്നെ ഗെസ്റ്റേഴ്സും ഒക്കെ അതിൽ ഉൾപ്പെടും. ഒരു വ്യക്തി പറയുമ്പോൾ പല പല ആക്ഷൻസും പോസ്ചേഴ്സും ഒക്കെ അവിടെ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് എ സ്പീച്ച്. അതായത് ഒരു സ്പീച്ച് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യണം, നല്ല രീതിയിലോട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ്. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു സ്പീച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. അതായത് ഇൻഫർമേഷൻസ് കൊടുക്കാനാണോ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനാണോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ രൂപേണ കൊടുക്കാനാണോ, എന്തിനാണ് നമ്മൾ ഈ ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ടോപ്പിക് എന്തൊക്കെ ആവാം എന്നുള്ളതും, നമ്മൾ ആരുടെ മുന്നിലാണ് ഈ ഒരു സ്പീച്ച് പ്രസംഗിക്കണം എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എന്ത് ലക്ഷ്യമാണ് ഇവർക്ക് ഈ ഒരു സ്പീച്ചിലൂടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ദ കണ്ടന്റ് എന്താ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ് എന്താണ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻവിറോൺമെൻറ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ എൻവിറോൺമെൻറ്റ് ഡേനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കുട്ടികളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പീച്ച് ചെയ്യുന്നു. അവസാനം ഒരു ലക്ഷ്യം, ആ ഒരു സ്പീച്ചിൽ നിന്ന് ഒരു ലക്ഷ്യം കുട്ടികൾക്ക് കിട്ടണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ബ്രെയിൻ സ്റ്റോം ഐഡിയാസ്. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഴുതി വെക്കുക. എന്നിട്ട് ഇൻഫോർമേഷൻസ് അറിയുമ്പോൾ എഴുതി വെച്ചിട്ട് ഉദാഹരണങ്ങളും സ്റ്റോറീസ്, അതുപോലെ തന്നെ സ്വന്തം പേഴ്സണലി ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ സ്ട്രക്ചർ. അതായത് സ്പീച്ചിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. നമുക്കുള്ള സമയത്ത് നിന്ന് 10-15% സമയം ഇൻട്രൊഡക്ഷൻ ചിലവാക്കണം. അതായത് ആമുഖം. അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ടോ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടോ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിലോട്ട് കടക്കുക. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുക, ഫോക്കസ് ചെയ്യിപ്പിക്കുക. ദെൻ ബോഡി. അതായത് ടൈമിൽ 70-80% കണ്ടന്റ് ബോഡി പറയണ
ഇതിൽ ടൈം സ്പെൻഡ് ആവുന്നത്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും ഉദാഹരണങ്ങളും അതുപോലെ തന്നെ സ്റ്റോറീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ, അതായത് 10-15% കൺക്ലൂഷൻ പറയേണ്ട സമയമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡിയിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകളൊന്നും ചുരുക്കി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന അവസരമാണ്. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഒരു ലക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് എൻ്റെ ക്രിയേറ്റീവ് സ്ട്രക്ചർ. ദെൻ ആഡ് പേഴ്സണൽ ടച്ചസ്. നമ്മളൊരു സ്പീച്ച് പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോയാൽ പോരാ, അത് മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് ടച്ച് പേഴ്സണലി അവരുടെ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഉദാഹരണം സ്വന്തം കാര്യങ്ങൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ടോണ് ചേഞ്ച് ചെയ്യുക. പെട്ടെന്ന് ഇങ്ങോട്ട് ഹൈപ്പർ ആക്റ്റീവായി കണ്ടും അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് മറ്റുള്ള വ്യക്തികളുടെ പേഴ്സണലി ടച്ച് ചെയ്ത് നിൽക്കും. ദെൻ 5th സ്റ്റേജ് ഡ്രാഫ്റ്റ് ആൻഡ് റിഫൈൻ. നമ്മൾ ഇത്രയും ഇൻഫോർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ റിട്ടൺ ആയിട്ട് നമ്മൾ ആ പേപ്പറിൽ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിക്കാണ്ട് ഒരിക്കലും സംസാരിക്കരുത്, ഡയറക്റ്റ് ആയിക്കാണ്ട് ആ ഒരു പോയിന്റിലോട്ട് വരണം. അതുപോലെ തന്നെ ജാർഗൺ, അതായത് കടുകട്ടി വാക്കുകളൊന്നും അവരോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലും വേർഡ്സും വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് പ്രാക്ടീസ്. അങ്ങനെ നമ്മൾ ഇത്രയും തയ്യാറാക്കിയതിന് ശേഷം അവരുടെ മുന്നിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലിരുന്നു കൊണ്ട് സമയം പാലിച്ചുകൊണ്ടും ഏതൊക്കെ കീ പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളത് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അവരുടെ മുന്നിൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്പീച്ച് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ സംസാരിക്കുക, അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുക. അതായത് ഇപ്പോൾ കുറച്ച് വ്യക്തികൾ, ഒരു ഓഡിയൻസിൻ്റെ കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾസ് ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു, പറഞ്ഞ് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതിനാണ് എന്ത്, പബ്ലിക് സ്പീക്കിംഗ്, പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാം. ഇതിനൊക്കെയാണ് എന്ത്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇൻഫോർമേറ്റീവ് സ്പീക്കിംഗ്. അതായത് മറ്റുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു തരം ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കോളേജുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് മറ്റുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ ചെയ്യുന്നു, സെമിനാറുകളൊക്കെ പ്രസൻറ്റേഷൻ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താ, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇൻഫോർമേറ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. നെക്സ്റ്റ് പെർസുവാസീവ് പബ്ലിക് സ്പീക്കിംഗ്. അതായത് ഒരു വ്യക്തിനെ എന്ത് ചെയ്യാണ്, ആ ഒരു കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു തരം പബ്ലിക് സ്പീക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിബേറ്റ് നടക്കുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് ഇത്രത്തോളം കൂട്ടണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും. അപ്പോൾ ഇതാണ് ഏത്, പെർസുവേസീവ് സ്പീക്കിംഗ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എൻ്റർടൈനിങ്. അതായത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം പബ്ലിക് സ്പീക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി, അതൊക്കെ ഉണ്ടാവും. നമ്മൾ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാം. അങ്ങനത്തെ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ഇൻസ്പിരേഷണൽ. അതായത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലോട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ്. അവരെ ആവേശമാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ഇൻസ്പിരേഷൻസ് കൊടുക്കുന്ന തരം പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ മോട്ടിവേഷൻ കൊടുത്താൽ അവർ എന്ത് ചെയ്തു, മോട്ടിവേറ്റ് ആവുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് കീ എലമെൻറ്റ്സ് ആണ്. അതായത് ഒരു പബ്ലിക് സ്പീക്കിംഗ് നല്ലൊരു രീതിയിൽ പബ്ലിക് സ്പീക്കിംഗ് ആയി പോകണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ. അതായത് പീപ്പിൾസിൻ്റെ മുന്നിൽ, ഓഡിയൻസിൻ്റെ മുന്നിൽ പോയി എന്താണോ നമുക്ക് പറയാനുള്ള കാര്യം, ആ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിക്ക് പ്രിപ്പറേഷൻ ചെയ്യുക. അതിന് വേണ്ട ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല പ്രിപ്പറേഷൻ ചെയ്യുക. പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഭയം കുറയുന്നു. കുറേ നേരം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്താൽ ഭയം കുറയും.
ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. നമ്മൾ ഓഡിയൻസിന് മുന്നിൽ പറയുന്ന കാര്യം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകൾ, അതായത് കടുകട്ടി വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ്, നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലോട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ദെൻ എൻഗേജ്മെന്റ്, അതായത് ഈ പ്രസംഗിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഓഡിയൻസുമായിട്ടൊരു എൻഗേജ്മെന്റ് ഉണ്ടാകണം, ഐ കോണ്ടാക്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പോസ്റ്റേഴ്സ്, ഗസ്റ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ദെൻ വോയിസ് മോഡുലേഷൻ, നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ വോയിസിൽ പറയുമ്പോൾ നമുക്ക് മേ ബി അത് കേൾക്കുന്ന വ്യക്തികൾക്ക് ബോറിംഗ് ആയി തോന്നും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പോസൊക്കെ ഇടുക. അതുപോലെ തന്നെ ലൈക്ക് വോയിസ് റേസ് ചെയ്യേണ്ട സ്ഥലത്ത് വോയിസ് റേസ് ചെയ്യുക, കുറക്കേണ്ട സ്ഥലത്ത് കുറക്കുകയും ചെയ്യാം. ദെൻ കോൺഫിഡൻസ്, നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം പബ്ലിക്കിൻ്റെ മുന്നിൽ പോയി സ്പീക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. കോൺഫിഡൻസ് ഇല്ല, അപ്പം അത്ര നല്ലൊരു സ്പീക്കല്ല, അങ്ങനെ പറഞ്ഞ് വിലയിരുത്തും. ദെൻ ഓഡിയൻസ് ഇൻട്രാക്ഷൻ, അതായത് സ്പീക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഓഡിയൻസിനോട് ഇൻട്രാക്ഷൻ ചെയ്യുക. അതായത് നമുക്ക് Q&A സെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടക്ട് ചെയ്യാം. അതിനുശേഷം യൂസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ്, നമ്മൾ പറയുന്ന കാര്യം കൂടുതൽ അവർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള സ്ലൈഡുകളൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അധികം ലോങ് ആകാൻ പാടില്ല, ചെറിയ ചെറിയ സ്ലൈഡുകളായിരിക്കണം. ദെൻ പ്രാക്ടീസ് ആൻഡ് ഫീഡ്ബാക്ക്, അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ പോയി നമുക്ക് സ്പീക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞ കാര്യം, റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒന്ന് കേട്ട് നോക്കുക. അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തി ശരിയാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് നല്ല രീതിയിലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.